അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, ധീരകഥകൾ. ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട KT ജലീൽ, അദ്ദേഹത്തിന് വീണ്ടും വയറിളക്കം ബാധിച്ചു. ഇന്ന് വീണ്ടും അദ്ദേഹം പത്രക്കാരെ കണ്ടു. 10 രൂപയുടെ തുണി 600 രൂപക്ക് നൽകി. അല്ല, 200 രൂപയുടെ തുണി 600 രൂപക്ക് നൽകി. 100 രൂപ ലീഗ് എടുത്തിരിക്കുന്നു. ബാക്കി കുറേ കോടികൾ PK ഫിറോസൊക്കെ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയമാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനും ആദരണീയനുമായ എൻ്റെ KT ജലീൽ, താങ്കൾ ഒരു കാര്യം ആലോചിക്കണം. ആദ്യം താങ്കൾ പറഞ്ഞു ഡൽഹിയിൽ മുസ്ലിം ലീഗ് ഒരു ഓഫീസ് എടുത്തിട്ടുണ്ട്, അത് നിയമവിരുദ്ധമാണ്, അത് രജിസ്ട്രേഷൻ നടക്കില്ല, അത് നടക്കാൻ കഴിയില്ല, കോടിക്കണക്കിന് രൂപ മുസ്ലിം ലീഗ് പുട്ടടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു കായിദെ മില്ലത്ത് സ്മാരകം ഡൽഹിയിൽ ഉയരില്ല എന്ന്. പാവപ്പെട്ട കമ്മികൾ അത് ആഘോഷിച്ചു. കാരണം കമ്മികളും സംഘികളും ഒക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും, ലീഗിന് എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി പോസ്റ്റാനായിട്ട് നടക്കുന്ന ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനായ കായിദെ മില്ലത്ത് സ്മാരക മന്ദിരം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഡൽഹിയിൽ ഉദ്ഘാടനം കഴിഞ്ഞു. KT ജലീലിന് എന്ത് കിട്ടി? ഉണ്ട കിട്ടി. കാരണം ജലീൽ പറഞ്ഞതൊക്കെ കളവായിരുന്നു എന്ന് സമൂഹത്തിന് മുൻപിൽ തെളിയിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. അപ്പോൾ പിന്നെ മൂപ്പർക്ക് പിന്നെ എന്താണ്? ഇപ്പോൾ ഏതായാലും ഞാൻ ആ പറഞ്ഞതൊക്കെ നടന്നു, ലീഗിൻ്റെ ഓഫീസും നടന്നു, പേപ്പർ ക്ലിയറാണ്, ഓല അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിജയിച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലീഗിന് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. ഉദാ കിടക്കണ വീണ്ടും ബഹുമാന്യനും ആദരണീയനും ഞങ്ങളുടെയൊക്കെ കരളിൻ്റെ കരളുമായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലൊരു റൂം പോലും അവിടെ ഒരു സ്മാരകമായി ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ള പരാതി. എടാ പൊട്ട, ലോകത്ത് തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളുടെ കൂട്ടത്തിലേക്കൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ന് CH സെന്ററുകൾ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം ഉയർന്നു നിൽക്കുന്നത്. ബുദ്ധിയുണ്ടെങ്കിൽ ജലീലെ കാണുക, കേൾക്കുക. അതിനേക്കാൾ വലിയ സ്മാരകം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളുടെ പ്രിയങ്കരനായ CH മുഹമ്മദ് കോയ സാഹിബിന്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി സിമിയിൽ വിര പിടിച്ച് നടന്നിരുന്ന കൃമിബാധ ബാധിച്ചവന് ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലെ സിമിയിൽ നിന്നിട്ട് ഒന്നും ആവാതിരുന്നപ്പം MSFലൂടെ കയറി വന്ന് PSMO കോളേജിലൂടെ മെമ്പറായിട്ടും ചെയർമാനുമായിട്ടും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി വരെ ആക്കിയിട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കിയിട്ടും അവസാനം MLA സീറ്റ് കിട്ടാത്തപ്പോൾ കിട്ടണ സ്ഥലത്തേക്ക് കരകയറാം, ഒന്ന് രക്ഷപ്പെടാം എന്ന് ഇങ്ങേ കരയിൽ നിന്നപ്പോൾ ആടിന് തോന്നി. സോറി, അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ആട് എന്ന് പറയുമ്പോൾ മൂപ്പർക്ക് എന്തോ ഒരു ആട് എന്താ ഒരു ടൈറ്റ് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ ആട് എന്നുള്ള പരമാർശം ആട് എന്ന് പറയാതെ ഞാൻ തിരുത്തുകയാണ്. ബഹുമാന്യനായ ആട്, പക്ഷേ പിന്നെയും വരുന്നത് അതാണ്. ഏതായാലും പോട്ടെ. പിന്നെ ബഹുമാന്യനായ ജലീൽ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു രോമം പോലും പിഴുതെറിയാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഡൽഹിയിലെ പ്രശ്നം തീർന്നു. മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അതുണ്ടായി, അത് ക്ലിയറായിട്ട് ഓക്കെ ആയി. പിന്നെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേര് ഉയർത്തിക്കാട്ടി. അതും പിന്നെ ഈ CH സെൻ്ററുകളൊക്കെ ഞങ്ങൾ വിളിച്ചു പറയൽ തുടങ്ങിയപ്പം അവിടെയും വെള്ളത്തിൽ വളിയിട്ടതുപോലെ ജാള്യത മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് KT ജലീൽ പോയി. പിന്നെ ഇപ്പം ലീഗിനെ കൊടുക്കാൻ ഇനിയിപ്പോൾ എന്താ ഒരു മാർഗം? അപ്പം കിട്ടി, സംഭവം ഒന്ന് കിട്ടി. വയനാട് ചൂരൽമലയിലെ 105 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് മുസ്ലിം ലീഗ് ഏറ്റിരിക്കുന്നു. ആ 40 കോടി രൂപയും മുസ്ലിം ലീഗ് നശിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഒന്നടങ്കം എടുത്തിരിക്കുകയാണ്, അത് ഔങ്ങിയിരിക്കുകയാണ്, കട്ടിരിക്കുകയാണ്.
നമ്മളെ ജലീലിൻ്റെ രണ്ടാമത്തെ ഒരാരോപണം, വയനാട്ടിൽ ചെന്നു, പത്രസമ്മേളനം വിളിച്ചു. പത്രസമ്മേളനം വിളിച്ച അതേ സമയത്ത് മൂപ്പര് ഇവിടുന്ന് വണ്ടി കയറി ആ വളവും കാര്യങ്ങളും 9 എയർപിന്നും കടന്ന് അങ്ങ് മുകളിലെത്തി. വയനാട്ടിലെത്തിയപ്പോൾ പത്രക്കാരൊക്കെ വന്നു. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ഇന്റർനാഷണൽ വെടി ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇങ്ങേപ്പുറത്ത് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ വെളിയിട്ടതുപോലെ നമ്മളെ KT ജലീലിൻ്റെ പത്രസമ്മേളനം പൊട്ടി. ഒരു രക്ഷയില്ല. വിചാരിച്ച മാതിരിയൊന്നുമില്ല. കമ്മികളായ സഖാക്കൾ അതും കുറേ കൊണ്ടുവിടാൻ നോക്കി. അവിടെയും രക്ഷയില്ല. കാരണം 30,000 രൂപയുടെ ഭൂമി നമ്മൾ 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപക്കൊക്കെയാണ് എടുത്തത് എന്നൊക്കെ പല കോലത്തിലും പറഞ്ഞു നോക്കി. അവിടെയും അവർ വിചാരിച്ച കളികളൊന്നും നടന്നില്ല. പിന്നെ അവർ പറയാണ് ആ ഭൂമിൻ്റെ വിലൻ്റെ പ്രശ്നമൊക്കെ അവർക്ക് തീർന്നു. പിന്നെ പറയുന്നു അത് തോട്ടഭൂമിയാണ്, അവിടെ പെരണ്ടാക്കാൻ പറ്റൂല. പോത്തുകളെ എന്ന് വിളിക്കണം. പക്ഷെ അതും ഞാൻ വിളിക്കുന്നില്ല. നേരത്തെ ആട് എന്ന് പറഞ്ഞതുപോലെ പോത്ത് എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് പ്രിയപ്പെട്ട കമ്മികളെ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ വർക്ക് തുടങ്ങിയില്ലേ? തോട്ടം ഭൂമിയിൽ എങ്ങനെ വർക്ക് തുടങ്ങാൻ അനുമതി കിട്ടുമോ? നിങ്ങളുടെ സർക്കാരല്ലേ. എന്നാൽ അത് അവിടെ നിർത്തിവെപ്പിച്ചാൻ കഴിയില്ലേ? എന്തേ സംഭവിക്കാത്തത്? അപ്പം എന്താ, അവിടെയും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് 100% ന്യായമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, പൈസ തന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ജലീലിൻ്റെത് രണ്ടാമത്തെ കെണിയും ജലീലിൻ്റെത് ഒരു പിടുത്തമില്ലാത്ത രൂപത്തിലൂടെ പൊട്ടിപ്പൊളിഞ്ഞുപോയി. അപ്പോൾ അവിടെയും ജലീലിന് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. ജലീൽ ആകെ നശിക്കുശിയാകുകയാണ്. പിന്നെ PK ഫിറോസിൻ്റെ നേരെ അനുജൻ ഒരു കേസിൽ കുടുങ്ങി. PK ഫിറോസാണ് അതിൻ്റെ ഉസ്താദ്, PK ഫിറോസാണത് വിതരണം ചെയ്യുന്നത് എന്ന് വരെ പറയാവുന്ന തരത്തിലേക്ക് എത്തി. മൂപ്പര അനുജന് മുസ്ലിം ലീഗുമായിട്ടോ യൂത്ത് ലീഗുമായിട്ടോ മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. മൂപ്പർക്ക് പിന്നില്ലേസം ബന്ധമുള്ളത് ഓൻ്റെ പാർട്ടിപ്പെട്ടവരുമായിട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ മൂപ്പർക്കൊന്നും ചെയ്യാൻ പറ്റാ. മൂപ്പര കൂട്ടാളിയായിട്ട് പിടിച്ച് എന്നിവർ അവകാശപ്പെടുന്ന ആള് ഒറിജിനൽ സഖാവാണ്. ഇയാള് പിന്നെ ഫിറോസിന്റെ അനുജൻ ഇയാളുമായിട്ട് വാട്സപ്പിൽ എന്തോ ഒന്ന് സംസാരിച്ചു. അതാണ് ഇവന്റെ പേരിലുള്ള കുറ്റം. ഇവന്റെ അടുത്തുനിന്ന് കഞ്ചാവ് പിടിച്ചോ? ഇല്ല. ഏത് ഫിറോസിന്റെ അനുജന്റെ അടുത്തുനിന്ന് ഇല്ലല്ലോ, ഒന്നും കിട്ടിയില്ല. അവിടെയും നമ്മളെ ജലീലിന്റെ പാർട്ടിയും കമ്മിക്കാരും ഒക്കെ വടി പിടിച്ചു. അവിടെയും ലീഗിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ വീണ്ടും ഒന്നും അറിയാത്തതുപോലെ ജലീൽ എന്ത് ചെയ്ത്, അണ്ടർവെയർ ഇട്ട് എന്നുള്ള ഓർമ്മയിൽ ആളുകളുടെ ഇടയിൽ വന്നിട്ട് ഞാൻ പുതിയ ഒരു അണ്ടർവെയർ വാങ്ങിയിരിക്കുന്നു, ഇതിൻ്റെ കളർ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി മാടിപ്പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ പെരേന്ന് അണ്ടർവെയർ ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ജനങ്ങൾ കണ്ടത് വേറൊക്കെയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് KT ജലീൽ വന്നു. കാരണം ജലീൽ PK ഫിറോസിന്റെ അനുജൻ അത്തീബിന്റെ മറ്റേ കേസൊക്കെ വഹിച്ച് വന്നതല്ലേ. ജലീലിന്റെ PK ഫിറോസിന്റെ മന്ത്രിസ്ഥാനം കളഞ്ഞു കുളിച്ചോനല്ലേ. അപ്പോൾ അവൻ്റെ അനുജനെ വെച്ചിട്ട് നല്ലൊരു അടി PK ഫിറോസിന് കൊടുക്കാതെ വിചാരിച്ചു. നടന്നോ? അതും നടന്നില്ല. അവിടെയും ചീറ്റി. പിന്നെ ഇപ്പം അതൊക്കെ എന്താ, ഇന്ന് കുറച്ച് സമയം മുന്നേ വീണ്ടും ഒരു കേസ് കൊണ്ടുവന്നിരിക്കുക. മുസ്ലിം ലീഗ് ധോത്തി ചാലഞ്ച് നടത്തി. ആ ധോത്തി ചാലഞ്ച് എടാ പോത്ത്, വീണ്ടും പോത്ത് എന്നുള്ള വിളിയാണ് വരുന്നത്. പൊന്നാര ജലീലെ, ക്ഷമിക്ക്. ഈ ജലീലിനോട് പറയാനുള്ളത് എന്താ നിങ്ങളാ ഉദ്ദേശിക്കണത്? മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ PK ഫിറോസിനും ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഞങ്ങൾ ആ 600 കൊടുത്തത് 600 പോലും എടുക്കാന്നുള്ള തീരുമാനിച്ചത് ഞങ്ങൾ മനസ്സറിഞ്ഞ് കൊടുത്ത്. എന്നുവെച്ചാൽ എന്താ ചെയ്യുക? ഇജു എൻ്റെ പാർട്ടി എന്തോ ഒലക്കെ ചെയ്യുക. അനക്ക് തവനൂരിഞ്ഞ് മത്സരിക്കണില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് തടി കഴിച്ചിലാക്കാനുള്ള പരിപാടിയിൽ വീണ്ടും അനക്ക് മന്ത്രി ആകണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ആ മന്ത്രിയൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ ഇനിയും ആ തവനൂരിലൊക്കെ കിട്ടണം എന്തെങ്കിലും. അപ്പോൾ ലീഗിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമ്മളെ കള്ളക്കച്ചവടക്കാരൻ്റെ മകനോ മറ്റൊരു മക്കളെ എത്തുന്നൊക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരുവിനോട് ഉപമിച്ച വലിയൊരു വിഷയം നടക്കുന്നുണ്ട്. ഈ പണ്ടാറക്കാലം ജലീലിൻ്റെ ഈ വിഷയത്തിൽ അത് ഔങ്ങിപ്പോകാനുള്ള വെളാണ് ഈ പഹയെടുക്കുന്നത്. അത് ഞമ്മക്കറിയാം. പിന്നെ അവിടെ കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ മരം മുറിച്ച് നശിക്കുശിയാക്കി റിപ്പോർട്ടർ ചാനലിൻ്റെ ആരൊക്കെ കൂടിയിട്ടാണെന്നുള്ള അറിഞ്ഞത്. ഈ കള്ളപ്പഹയന് ഇത് നീക്കിന് പുകഴ്ത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 100 കണക്കിന് കോടി ഉറുപ്പ്യൻ്റെ അഴിമതി ഇവിടെ മൂടി വെക്കാൻ പറ്റും. അപ്പോൾ ലീഗിൻ്റെ നേരെ എന്തെങ്കിലും ഒരു 4-10 ഉറുപ്പ്യ തുണിമ്പെന്ന്
ഫിറോസ് ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഓൻ വന്ന് ആ ചെങ്ങായിന്റെ മൂട്ടിൽ മൈക്കും തൂക്കി നടക്കാൻ ഉളുപ്പില്ല ചങ്ങായിമാരങ്ങൾക്ക്, ഈ മാപ്രകൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പച്ചക്കളവ് ഇങ്ങനെ വിളിച്ചു പറയണ KT ജലീലിന്റെ ആ മൈക്ക് ഓന്റെ മുന്നിൽ, ഓന്റെ വായിന്റെ മുമ്പിൽ ഈ മൈക്ക് വെക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ചാനലുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്തിന്റെ പേരിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയങ്ങളുണ്ട്. തൃശ്ശൂരിൽ നടന്ന കള്ളവോട്ടിന്റെ പ്രശ്നങ്ങളുണ്ട്. ഒരു വീട്ടിൽ 80 വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. വയനാട്ടിലെ മരമുറി പ്രശ്നം നടക്കുന്നുണ്ട്. അതുപോലെ ശ്രീനാരായണ ഗുരുവിനോട് വെള്ളാപ്പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ കള്ള് കച്ചവടക്കാരനായ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് മദ്യം വിഷമാണുണ്ണി, മദ്യം നീ കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഈ ആദി വലിയ വലിയ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലൊക്കെ കോലം ഒന്ന് മാറ്റി പിടിക്കണം. അപ്പൊ സോഷ്യൽ മീഡിയ രംഗത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ അതിശക്തമായി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ ആളുകളെ തലതിരിച്ചു വിടണം എന്നുള്ള ഒരു ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സാഹിബന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മരമുറി കേസ് വിടാൻ പാടില്ല. നമ്മളതിൻ്റെ പിന്നിൽ ഓടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ശ്രീ നാരായണ ഗുരുവിനോട് ഉപമിച്ച വർഗീയവാദിയായ വള്ളാപ്പള്ളി നടേശൻ ആ കേസ് നമ്മൾ വിടാൻ പാടില്ല. നമുക്കങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളെ ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മകൾ വീണയുടെ പേരിലുള്ള കേസ് ഇവിടെ ഉണ്ട്. അത് വിടാനായിട്ടില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളില്ലേ. എല്ലാ ദിവസങ്ങളിലും പാലം പണി നടക്കുന്നു, പൊളിഞ്ഞു ചാടുന്നു, പണി നടക്കുന്നു, പൊളിഞ്ഞു ചാടുന്നു. ഇങ്ങനെയുള്ള കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടിണിയാണ്. ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. അപ്പം ഞാൻ മലപ്പുറം ഭാഷയിലേക്ക് നീങ്ങി വരികയാണ്. അതിന്റെ കാരണം എന്താ അറിയോ? അങ്ങനെ പറയുമ്പോൾ കൊള്ളേണ്ട സമയത്ത് കൊള്ളേണ്ട മേഖലയിലൊക്കെ ചെന്നപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത്, പൊന്നാര KT ജലീലെ ഈ നബിദിനം ഇന്നലെയൊക്കെ ആയിട്ട് നബിദിനത്തിന്റെ വലിയ വലിയ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇബ്ലീസ് ഇറങ്ങിയതുപോലെ എൻ്റെ ഈ ചീഞ്ഞ തൊള്ള വെച്ചുകാണ്ട് നീ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതാണോ സാധു കുട്ടിയെ വിചാരിച്ചത്? ഞങ്ങളെ വീടിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്, ഇല്ലാണ്ട് വന്നോ? വയനാട് പോയിട്ട് ഒരു സമ്മേളനം നടത്തി, ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്ക്. ഒരുപാട് പറയണ്ട. എന്നെക്കുറിച്ച് പറയാനാണെന്നുണ്ടെച്ചെങ്കിൽ എത്ര ദിവസങ്ങൾ പറഞ്ഞാൽ പോലും തീരൂല. അത്രയധികം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത്തീബിൻ്റെ കാര്യം, മറ്റേ കാര്യം, കുട്ടിൻ്റെ കാര്യം, കല്യാണക്കാര്യം, പെണ്ണുങ്ങളോട് 11 ലക്ഷം വാങ്ങി എന്ന് പറഞ്ഞതും മറ്റുള്ളത് പറഞ്ഞതും മറ്റതൊക്കെ. പിന്നെ എന്തേനി മൂപ്പരൊരു തുണി ഇങ്ങനെ ഉയർത്തിക്കാട്ടിയിട്ട് ഇത് എൻ്റെ അടുക്കൽ ഒരു യൂത്ത് ലീഗിൻ്റെ കുട്ടി വന്ന് കരഞ്ഞാണ് എനിക്ക് തന്നത്. ഏത് 600 ഉറുപ്യ വാങ്ങിയ ഒരു തുണി വാങ്ങിയതിന് KT ജലീലിൻ്റെ അടുത്ത് ചെന്ന് യൂത്ത് ലീഗുകാരൻ കരഞ്ഞു എന്ന്. ആ ജോൻ്റെ ചെങ്ങായിയെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും തനി പൊട്ടന്മാരാണെന്നാണോ ഇതൊക്കെ വിചാരിച്ചത്? ഒരു യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്നല്ല അവിടെ പറഞ്ഞത്, ഇനിയിപ്പോൾ പ്രവർത്തകനോ നേതാവാട്ടെ, എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് കരഞ്ഞാണ് ഈ തുണി എന്നെ ഏൽപ്പിച്ചത്. ഇത് കണ്ടോ, ഞങ്ങളെ വഞ്ചിച്ചതാണ്. എങ്ങനെയുണ്ട്? ഇത് കേട്ടിട്ട് ചിരിക്കാൻ കുറച്ച് കമ്മികളും പോലെ വേറെന്തോ ഒരു മൃഗത്തിനോടൊക്കെ നമ്മളെ മുസ്ലിം ലീഗുകാരെ ട്രോളാൻ വേണ്ടി ഒരു മൂരികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതേമാതിരി ഓലി എന്തോ ഒരു ഇത് വിളിക്കലുണ്ടല്ലോ. എന്താണ്? പന്നിയില്ലേ? എന്തായാലും ഞാനേ വിളിക്കണേ ചേട്ടാ പന്നി എന്നുള്ള. ആ പന്നി എന്നുള്ള വിളി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഇനി കുറേ ഇതിലുണ്ട് വന്നിട്ട് മൂരി അങ്ങനെയാണ്. പിന്നെ അതൊക്കെ തന്നെ പല്ലിന് കുറച്ച് കറകളൊക്കെ ഉണ്ട്. ഞാൻ എന്നോട് പറയും, കമ്മിയോട് വന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്താ പല്ലൊന്ന് തേച്ചാൽ? നിങ്ങളെ വാപ്പാരെ കൊണ്ടിട്ടാ പല്ല് തേക്കാൻ. സിഗരറ്റ് വലിച്ച കറയണതോ ആ കറ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പോകാനേ. അപ്പോൾ നിങ്ങൾ അയിമക്ക് നോക്കണ്ട, എൻ്റെ പല്ലുമ്മലെ കറ നിങ്ങൾ നോക്കണ്ട. ഞാൻ പറയണ എൻ്റെ നാവിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ ചങ്ങായിമാരെ. പിന്നെ കമൻറ്റിൽ ഒരുപാട് ആളുകളുണ്ട്, ഏതൊക്കെയാന്നുള്ള ഒന്നും ചെക്ക് ചെയ്യാനുള്ള ഇതില്ല. നജ്മ നിസാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഹംസക്കോയ സാഹിബ് ഉണ്ട്, മുസ്തഫ KPM ഉണ്ട്, റഫീഖ് TP. എന്താണ് അദ്ദേഹം 105 വീടിൻ്റെ പണി തീരുമ്പോഴേക്കും ആടി ജലീലിന് സമനില തെറ്റും. എന്നോട് ക്ഷമിക്കണം, ആട് എന്നുള്ളൊരു ഇത് കമൻറ്റിൽ വന്നപ്പോൾ ഞാനത് വായിച്ചു. പ്രിയപ്പെട്ട ജലീലെ, താങ്കളെയാണോ അത് ഉദ്ദേശിച്ചത് തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങളെ ഞാനത് വിളിക്കുന്നില്ല. 105 വീടിൻ്റെ പണി മാത്രമല്ല, നമ്മൾ ഓരോന്ന് തീരുമ്പോഴേക്കും പ്രിയങ്കരനായ ജലീൽ സാഹിബ് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇനിയിപ്പോൾ ജലീൽ എന്ത് ചെയ്യുന്നറിയോ?
ഇനി മുസ്ലിം ലീഗിന് ഒന്നുണ്ട് അനുകമ്പത്തോട് കൂടിയിട്ടുള്ളൊരു ഡയലോഗ് ഇപ്പോൾ അടുത്ത് വരാണ്ട്. പിന്നെ ഹുസൈൻ VPM കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഏകദേശം 58ഓളം ആളുകൾ ലൈവിലുണ്ട്. അൽഹംദുലില്ലാഹ് ഹൈറാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് റിപ്പോർട്ടഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ എങ്ങനെയൊക്കെ കുത്തി നോവിച്ചാൻ പറ്റും ആ കോലത്തിലൊക്കെ ഈ ഒരു കാര്യത്തിൽ ഏത് റിപ്പോർട്ട് അടിച്ചാനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് തെറി പറയാനൊക്കെ ആയിട്ട് നിരവധി കാര്യത്തിൽ സംഖ്യകളൊന്നാണ്, കമ്മികളൊന്നാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിരാളികളായിട്ട് കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു കാര്യത്തിൽ ഇന്ന കുറ്റം പറയുന്ന കാര്യത്തിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, മറ്റോനെ മറിച്ചോനെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഓരോ ഒന്നാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ ആരാളുള്ളത്? നമ്മൾ ഒറിജിനൽ സാഹിബന്മാർ, നമ്മൾ ഒറിജിനൽ കോൺഗ്രസ്സുകാർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് വേണ്ടി വരും, ഷെയർ വേണ്ടി വരും, കമൻറ്റിൽ അറാൻ പറഞ്ഞ കമൻറ്റുമായിട്ട് വരുന്നവർക്ക് മറുപടി കൊടുക്കേണ്ടി വരും. ഞാൻ കാണുന്നതിന് പരമാവധി ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പല വീഡിയോകളിലും ആയിരക്കണക്കിന് കമൻ്റൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൽ ഗത്യന്തരമില്ലാതെ എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിയില്ല. മുസ്തഫ, റഫീഖ്, മറ്റുള്ള അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പിന്നെയും ഒരുപാടുണ്ട്. പൊന്നാനി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് റഫീഖ് TP, ഒരുപാട് ആളുകളുണ്ട്. ശിവ, ശശി, പ്രിയപ്പെട്ട ശശി, പിന്നെ നിങ്ങളുടെ ലവ് ചിഹ്നം കണ്ടു. മുസ്തഫ TK, പിന്നെ ഖാലിദ് ജസ്റ്റ് എന്താ പറഞ്ഞത്, ആടിന് ആലിളകി വീണ്ടും ഞാൻ ആട് എന്ന് വിളിച്ചു പോയി. നിങ്ങളങ്ങനെ ചെയ്തല്ലേ? നിങ്ങളങ്ങനെ എഴുതുമ്പോൾ ഞാൻ അത് വായിക്കുമ്പം വീണ്ടും ആട് എന്നൊക്കെ വരികയാണ്. ക്ഷമിക്കണം കേട്ടോ ജലീൽ സാഹിബ്, ആളിൽ ഇളകി എന്നൊക്കെയാണ് പറഞ്ഞത്. ആയതായാലും സാറില്ല. പിന്നെ ആരാണ് നിഷാൻ KT ജലീൽ, നിനക്ക് എന്ത് ഖുർആൻ? നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ പറഞ്ഞ് വളരെ കറക്റ്റാണ്. അതായത് അത് ഞാൻ എൻ്റെ ഈ മെമ്മറിയിൽ ഓടാൻ ഞങ്ങൾ ആ കമൻറ്റ് ബോക്സിലൂടെ ഈ ഒരു വിഷയം വന്നപ്പോൾ മൂപ്പര് പരിശുദ്ധമായ ഖുർആനൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത് എന്നുള്ള അറിയാൻ കഴിഞ്ഞത്. ബഹുമാന്യനും ആദരണീയനുമായ ജലീലിനോട് ഒരു സാധാരണ വിവരമില്ലാത്ത ഒരു മുസ്ലിം സഹോദരൻ ആ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് കേട്ടോ. പൊന്നാര ജലീലെ AKG EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ നിങ്ങളല്ലേ? നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിച്ച ഇസ്ലാം നല്ല ആളുകളാണെങ്കിൽ അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളതാണ്. നല്ലവരൊക്കെ സ്വർഗത്തിലേക്ക് പോയിക്കോട്ടെ, ഇനി കുറച്ച് കേടുന്നോലും സ്വർഗത്തിലേക്ക് പോയിക്കോട്ടെ, പടച്ച റബ്ബ് അവർക്കൊക്കെ ഹിദായത്ത് കൊടുത്തുകൊണ്ട് സ്വർഗം നൽകട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പൊന്നാര ജലീലെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള ഈ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാത്തവൻ സ്വർഗത്തിലെത്തുമോ? അതിൽ വിശ്വസിക്കാത്തവൻ സ്വർഗത്തിലെത്തുമോ? അതിനുള്ള ഉത്തരം തരണം. അതിനുള്ള ഉത്തരം ആണാണെങ്കിൽ ജലീൽ എനിക്ക് തരണം. അത് EMS വിശ്വസിച്ചണോ? ഇല്ലല്ലോ. AKG വിശ്വസിച്ചണോ? ഇല്ലല്ലോ. പിന്നെ മൂപ്പര് സ്വർഗത്തിൽ പോവുക അത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമപ്രകാരമുള്ള ഇതിൽ ആ ഒരു രീതിയിൽ. പിന്നെ ഇവിടെ ആരെങ്കിലും നിങ്ങളൊക്കെ പേടിച്ചുകൊണ്ട് പറയേണ്ട ആളുകളൊക്കെ തല താത്തിയിട്ട് ഇങ്ങനെ കുത്തിർക്കണുണ്ടാവും. ആ തല താത്തി കുത്തിർക്കണവർക്ക് അവിടെ കുത്തിർക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നാടനായ ആളുകളുണ്ടല്ലോ ഞങ്ങളൊക്കെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. അപ്പം ഇജ്ജ് ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇജ്ജ് പറയണമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലും തവനൂർ മത്സരിച്ച് ജയിച്ച് കയറണം. അതിന് ഇജ്ജ് ഖുർആനല്ല അതിലും വലുതുണ്ടെന്നുണ്ടെങ്കിൽ അത് വലുത് ഇജ്ജ് കൊണ്ടുവരും. ഇജ്ജ് കൊണ്ടുവരും അവിടെ അല്ല ജലീലെ, ഇജ്ജ് കൊണ്ടുവരും, അത് ഉറപ്പാണ്, അത് നമുക്കറിയാം. പിന്നെ ഫൈസു താനൂർ, അപ്പോൾ നിന്റെ ഭാര്യയിൽ ഉണ്ടായ മകളല്ലേ അത്? കല്യാണം കഴിക്കാൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാൻ എത്രത്തോളം പരാജയം ആണോ നീ? ബിസിനസ് ചെയ്യലും പണമുണ്ടാക്കലും തെറ്റൊന്നുമല്ല, നിനക്ക് പറ്റാത്തത് മറ്റുള്ളവർ അതും ശരിയാണ്. ഇനിയിപ്പോൾ ഭാര്യനോട് മൂപ്പര് വാങ്ങി, അത് കടമായിട്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞാൽ എന്തിനറിയോ? അതിൻ്റെ ഗുട്ടൻസ് നിങ്ങൾക്ക് കിട്ടിയോ? അത് കടമായിട്ട് എന്നുള്ളതല്ല. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പം ആ സഹോദരിയുടെ മേത്തുണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന പണ്ടുണ്ടെങ്കിലും മറ്റുണ്ടെങ്കിലും അതൊക്കെ മൂപ്പര് വാങ്ങിന് മൂപ്പര് ഉപയോഗിക്കണോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊന്നും നമുക്ക് ഒരു ഇതല്ല. സ്വന്തം മകളെ കെട്ടിക്കുമ്പം അതിൻ്റെ പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ കടം വാങ്ങി എന്ന് പറയല്ലാതെ അവിടെ വേറൊരു കോലത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞൊരു കളവായിട്ടേ എനിക്കത് തോന്നണുള്ളൂ.
അത് ഞങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. കാരണം ഭാര്യൻ്റെ അടുത്ത് 11 ലക്ഷം റുപ്യ കടം വാങ്ങി, ആ സഹോദരിക്ക് എന്തോ ഒരു ജോലി ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ 10-11 ലക്ഷമൊക്കെ കൊടുക്കാനും കഴിയും. അത് മാത്രമല്ല, നല്ലൊരു മാതൃക നമ്മളൊക്കെ അറിയാത്ത വലിയൊരു മാതൃക ഈ കേരളത്തിലുണ്ട്. അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് കോടീശ്വരിയാകാൻ വരെ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊന്നുമോള് വീണയൊക്കെ കോടീശ്വരിയായില്ലേ. എന്താ പ്രോവിഡന്റ് ഫണ്ടോ എന്തോ ഒരു ഫണ്ട് ഉണ്ടല്ലോ ലാസ്റ്റ്, അതൊക്കെ വെച്ച് കണ്ടാണ് എൻ്റെ മകൾ ബിസിനസ് ചെയ്ത് കണ്ടാണ് കോടികൾ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞില്ലേ. അതേമാതിരി നമ്മളെ ജലീൽ സാഹിബിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ജോലിയിൽ കിട്ടിയത് ഇക്കാരം ആ 11 ലക്ഷം റുപ്യ, അതിലൊന്നും ഇപ്പോൾ നമ്മൾ വലിയൊരു ഇഷ്യൂ ആക്കണില്ല. അത് മൂപ്പര കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ മാനനഷ്ട കേസ് കൊടുക്കണം സ്വപ്ന, അതൊന്നും ഇപ്പോൾ മൂപ്പർ കൊടുക്കും നിങ്ങൾ ആരും വിചാരിക്കണ്ട. കാരണം അതിനൊന്നും ഇപ്പോൾ മൂപ്പരെ കൊണ്ട് കഴിയില്ല. പിന്നെ ജലീലിന് വീണ്ടും പറയുന്നത് ഉളുപ്പുണ്ടെങ്കിൽ സുരേഷിൻ്റെ, അത് നമ്മൾ പറഞ്ഞല്ലോ. വേറെയും കുറേ ആളുകളുണ്ട്. ഇതൊക്കെ നാണി ഒഴുകൂർ കണ്ടുകൊണ്ടിരിക്കുന്നു, നാണി ജുനൈദ്, പിന്നെ ആരാ, അബ്ദുള്ള ടി, പിന്നെന്താണ് പൊന്നാനിയിൽ പറയണത്, ആട് ആപ്പിലാവാൻ വേണ്ടി പോകുന്നുണ്ട്, ഭാര്യയുമായി ബന്ധപ്പെട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയും അന്തം കമ്മികളുടെ സഹായം തേടുകയാണ് ഇപ്പോൾ. ആടെന്ന് വീണ്ടും ആ വാക്കിലൂടെ ഞാൻ വായിക്കേണ്ടി വന്നു, സോറി ജലീലിനോട്. ആപ്പിലാവാൻ വേണ്ടി പോകുന്നുണ്ട്. അത് മൂപ്പര ആപ്പിലായില്ലെങ്കിൽ നമ്മളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിന്ന് ജലീലെ ഫിറോസ് പിരിയിലട്ടോ, PK ഫിറോസ് അതിശക്തമായി തന്നെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഖാലിദ് യാസി പറഞ്ഞത്, നിനക്ക് ഫിറോസിൻ്റെ ഒരു രോമത്തെ തൊടാൻ കഴിയില്ല. പിന്നെയും അതാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനത് വായിക്കണില്ല. അത് കറക്റ്റാണ്, ഓനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അബ്ദുള്ള ടി ഓക്കെ എന്ന് പറയുന്നു. റഫീഖ് പൊളിച്ചു ഇക്ക എന്നാണ് പറഞ്ഞത്. എടാ അത് റഫീഖ് അങ്ങനൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊക്കെ ഒന്ന് സ്വയം ചിന്തിക്ക്, എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഈ ചെങ്ങായി വിളിച്ച് പറയുന്ന അബദ്ധങ്ങൾ നോക്കി, എന്നിട്ട് ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് കണ്ട് ഈ സഖാക്കൾ ഒക്കെ പോസ്റ്റ് വെച്ച് നടക്കുകയാണ്. ഈ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുള്ളൊരു ബോധ്യം ജനങ്ങളുണ്ട്. ഏതായാലും ഒരുപാട് നേരം ഇന്ന് ലൈവിൽ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും സഹായം ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ഭാരത്.